ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചായയുടെ റെസിപ്പിയാണ്. ഇത് വെറും ഒരു ചായയല്ല, നമ്മളിന്ന് ചായ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് പൊതുവേ ചായ വളരെ ഇഷ്ടമുള്ള ആളുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട്, ഇപ്പോൾ ടേസ്റ്റിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമോ, എങ്ങനെയാണ് അതിൻ്റെ ഫ്ലേവർ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ കരുതി അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും പിന്നെ അതോടൊപ്പം തന്നെ ഇത് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ നോർമൽ രീതിയിൽ ചായ തയ്യാറാക്കുന്നത് പോലെയാണ് ഞാൻ ഇവിടെ സാധനങ്ങളെല്ലാം വേണ്ടുന്നത്. ഞാനിപ്പം 1.25 കപ്പ് വെള്ളവും 3/4 കപ്പ് പാലും, അതാണ് ഞങ്ങൾ ചായ തയ്യാറാക്കുന്നതിൻ്റെ കണക്ക്. അപ്പോൾ ആ രീതിയിൽ പാലും വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ തയ്യാറാക്കുമ്പോൾ ഇതിൽ ഇഞ്ചിയും അതേപോലെ തന്നെ ഏലക്കയും ഇടാറുണ്ട്. എപ്പോഴും ഇല്ലെങ്കിലും മിക്കവാറും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പാലും ഒഴിക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് തേയിലയും ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ തേയിലയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് തേയിലപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഇതിനിപ്പം വെള്ളമൊക്കെ ഒന്ന് ചൂടായി തേയിലപ്പൊടി ഇട്ട് ചൂടായതിന് ശേഷം പാലൊഴിക്കുന്നവരുണ്ടെങ്കിൽ ആ രീതിയിലും ചൂടായതിന് ശേഷം കുക്കർ അടച്ചു വെക്കാം. ഞാൻ സാധാരണ പാലും വെള്ളവും എല്ലാം കൂടി ഒരുമിച്ചിട്ട് തേയിലയും കൂടി ഇട്ട് ഒരുമിച്ച് ചൂടാക്കി എടുക്കാറാണ് പതിവ്. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ചിട്ട് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇനി വിസിൽ വെച്ച് നമ്മൾ കുക്കർ അടയ്ക്കുകയാണ്. ഇതിന് ശേഷം 2 വിസിലാണ് നമുക്ക് ഈ ചായ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടുന്നത്. അതായത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വിസിലടിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു, നേരായിട്ടുള്ള രീതിയിൽ പോയി. രണ്ടാമത്തെ വിസിലടിച്ചപ്പോൾ കുറച്ചൊക്കെ പുറത്തേക്ക് വന്നു, ചായയായിട്ട് തന്നെ കുറച്ച് പുറത്തോട്ട് തൂവി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് സ്പില്ല് ചെയ്തൊന്നും പോയിട്ടില്ല. ഈ ഇത്രയും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഉടനെ ചാടി കയറി കുക്കറൊന്നും തുറക്കരുത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ചെറുതായിട്ട് സ്പൂൺ വെച്ച് വിസിലൊന്ന് പൊക്കി ആവിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അല്ലാതെ കംപ്ലീറ്റ് തനിയെ ആവി മാറുന്നവരെ വെയിറ്റ് ചെയ്തില്ല. അതിനുശേഷം കുക്കർ തുറന്ന് നമുക്ക് അരിച്ച ചായ എടുക്കാം. അപ്പോൾ ഈ ചായ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് 1-2 കാര്യങ്ങൾ, നമുക്ക് ചായയുടെ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചായയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് തോന്നിയത്. മോശമായിട്ടുള്ള ഒരു ടേസ്റ്റും ഇല്ല. എന്നാൽ നല്ലതായിട്ട് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ വളരെ വലിയതായിട്ട് നല്ല ടേസ്റ്റ് വ്യത്യാസം, അതായത് നല്ല രീതിയിൽ ടേസ്റ്റ് വ്യത്യാസം ഒന്നും തോന്നിയിട്ടില്ല. ആകെ ഒരു കാര്യം തോന്നിയത് ഏലക്കയുടെ ഫ്ലേവർ ഇച്ചിരി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടെന്ന്. സാധാരണ നമ്മൾ വെള്ളത്തിൽ ഏലക്കയും ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് നേരം വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചായപ്പൊടിയും വെള്ളം ഇതും ഇടുന്നത്. അതായത് എന്നും ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും ഏലക്ക ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇഞ്ചിയും ഏലക്ക ഇടാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാലും വെള്ളവും തേയിലപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് ഒരുമിച്ചാണ് എടുക്കുന്നത്. ഇഞ്ചിയുടെയും ഏലക്കയുടെയും ഫ്ലേവർ ഇറങ്ങണമെങ്കിൽ ആദ്യം അതൊന്ന് ചൂടാക്കിയിട്ടാണ് ഈ പറഞ്ഞ പോലെ പാലും തേയിലയൊക്കെ ഇട്ട് കൊടുക്കാറ്. പക്ഷേ ഇത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ടും പെട്ടെന്ന് തന്നെ വിസിലടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും നല്ലതുപോലെ ആ ഏലക്കയുടെയൊക്കെ ഫ്ലേവർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന ചായയിൽ നിന്ന് ഒരു ടേസ്റ്റിൻ്റെ കുറവും തോന്നിയിട്ടില്ല. ഈ ഫ്ലേവർ കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്തതുപോലെ തന്നെ തോന്നി. അല്ലാതെ കുക്കറിലിട്ട ചായക്ക് ഭയങ്കര പ്രത്യേകിച്ച് ഒരു വലിയൊരു ടേസ്റ്റ് എന്നൊന്നും തോന്നിയില്ല. പിന്നെ ആകെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചായപാത്രം കഴുകുന്നതിനെക്കാട്ടിലും പിന്നെ ഈ കുക്കർ കഴുകണം എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പിന്നെ നോക്കിയിരിക്കേണ്ട, ചായ തിളച്ച് പോവുമോ എന്നുള്ള പ്രശ്നമില്ല. ഇതുപോലെ ഈ ഒരു വിസിൽ അടിച്ച് വന്നാൽ മാത്രം മതി എന്നുള്ളൊരു കാര്യമുണ്ട്. ചായപാത്രത്തിന് പകരം കുക്കറിൻ്റെ അടപ്പും ഇതെല്ലാം കഴുകണം. ഇച്ചിരി ഒരു മെസ്സാണ് ഈ ചായ, എന്താ പറയുന്നത്, തേയിലയെല്ലാം എല്ലായിടത്തും ആയിട്ടുണ്ട്. ആ ഒരു കാര്യം. എന്തായാലും നമ്മൾ ചായയൊക്കെ ഇട്ട് കഴിയുമ്പം നമ്മളുടെ കുക്കർ ഏകദേശം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും കുക്കർ ഇരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല. സാധാരണ ചായപാത്രത്തിൻ്റെ കൂട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുക്കറിൻ്റെ അടപ്പാണ്. ഭയങ്കര ഡേഞ്ചറാണ്. ഇതാ കണ്ടില്ലേ, തേയില ഇതേപോലെ വന്നിട്ട് കുക്കറിൻ്റെ ആ ഹോള് അത് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് മനസ്സിൽ കരുതിയതാണ്. ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു പ്രിക്കോഷൻ എടുത്ത് ദൂരെ മാറി തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് നോക്കുക. അതായത് ഈ രീതിയിൽ തേയില വന്നിട്ട് നമ്മളുടെ കുക്കറിൻ്റെ ആ ഹോളിൻ്റെ അവിടെ അടയാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അങ്ങനെ കുക്കറിൻ്റെ ആ ഒരു ഹോൾ അടയുമ്പോഴാണ് ഈ കുക്കർ പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരെണ്ണം തന്നെയാണെന്നാണ് ഞാൻ ഈ ഒരു റെസിപ്പിയെ പറയുകയുള്ളൂ. ടേസ്റ്റിന് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങളിത് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, പട്ടയോ ഏലക്കയോ ഇഞ്ചിയോ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ചിലപ്പോൾ കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യും. അല്ലാതെ നമ്മളുടെ ചായക്ക് പ്രത്യേകിച്ച് യാതൊരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ല. മോശമായിട്ടുള്ളതും ഇല്ല, നല്ലതായിട്ടുള്ള രീതിയിലും ഇല്ല.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം ചെയ്തു എന്നുള്ളൊരു വീഡിയോ ഉള്ളൂ, അല്ലാതെ വലിയൊരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്